بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ച വിഷയം അൽ ഗഫ്ല എന്നതാണ്, അഥവാ അശ്രദ്ധ. മനുഷ്യൻ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു എല്ലാ സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടിയായി സൃഷ്ടിച്ച സമയത്ത് അവനെ മറ്റുള്ളവരെക്കാളും ആദരിച്ചത് ബുദ്ധിയിലൂടെയാണ് എന്ന് നമുക്കറിയാം. വത്തീനി വസ്സൈത്തൂനി എന്ന സൂറത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മറ്റു ജീവികൾക്ക് അഥവാ ജിന്നുകൾക്കും മനുഷ്യന്മാർക്കും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നൽകിയതായ പ്രത്യേകതയാണ്. അവർക്ക് ശഹ്വത്തും നൽകി, അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകി. അത് നമ്മുടെ പ്രത്യേകതയാണ്. നാൽക്കാലി മൃഗങ്ങൾക്ക് അവർക്ക് ശഹ്വത്ത് മാത്രമേ ഉള്ളൂ, അവർക്ക് ബുദ്ധിയില്ല. അപ്പോൾ ഈ ബുദ്ധി എന്ന ഈ പ്രത്യേകത, ആ ബുദ്ധിയെ സംരക്ഷിക്കേണ്ട ബാധ്യത മനുഷ്യൻ്റെതാണ്. മനുഷ്യൻ അതിനെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കുകയാണെങ്കിൽ അവന്റെ ബുദ്ധിയിലൂടെ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അവര് ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളും അതിന്റെ ബാഹ്യ രൂപങ്ങളും എല്ലാം അവർക്ക് അറിയുമെന്നല്ലാതെ അതേ സമയത്ത് അവര് യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധിയിലൂടെ, അവരുടെ ഗവേഷണത്തിലൂടെ, അവരുടെ പഠനങ്ങളിലൂടെ അവർ അള്ളാഹുലേക്ക് എത്തുന്നില്ല എന്ന ശൈലി ആക്ഷേപിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ബുദ്ധിയെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാത്തവരെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതായി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ വിശാലമായ ബുദ്ധിയെ തന്നതിന് നാം ചെയ്യേണ്ടതായ നന്ദിയുടെ ഒരു ഭാഗമാണ് ആ ബുദ്ധിയെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത്. അഥവാ നാം എന്തിനിവിടെ വന്നു, നമ്മുടെ ഡ്യൂട്ടി എന്താണ്, നാം എപ്പോഴാണ്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചത്, നാം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ബുദ്ധിജീവിയാണെങ്കിൽ അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അവൻ അതിലൂടെ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നർത്ഥം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിച്ചതായ ബുദ്ധിയെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാത്തതായ വിഭാഗം എത്തിപ്പോകുന്നതായ വിപത്തുകളെ കുറിച്ച് സംസാരിക്കുന്ന മക്ക ഇമാം. അത് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതായ അവന്റെ കൗനിയായ ആയാത്തുകളെ അഥവാ അവന്റെ ദൃഷ്ടാന്തങ്ങളെ, അവൻ ഭൂമിയിൽ നമുക്ക് അവനിലേക്ക് എത്താൻ വേണ്ടി ധാരാളം ദൃഷ്ടാന്തങ്ങളെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. ഈ ഖുർആൻ ഇറങ്ങിയതായ കാലഘട്ടത്തിലേക്കല്ല സൂചന, ശേഷം വരുന്നതായ കാലഘട്ടങ്ങളിൽ ദൃഷ്ടാന്തങ്ങളെ നാം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുകയുണ്ടായി. അതെ, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമറുന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. എത്ര ദൃഷ്ടാന്തങ്ങളാണ് അവരുടെ മുമ്പിൽ കൂടി ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും വിട്ടുകിടക്കുന്നത്. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് ഇവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ളതായ ധാരാളം ചിഹ്നങ്ങൾ ഓരോ നിമിഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നവരും ഇത്തരം കാര്യങ്ങളിലൂടെ വിട്ടുകിടക്കുന്നവരും അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നത് എന്താണ്, എത്ര ആയത്തുകളുടെ മുമ്പിലാണ് അവർ വിട്ടുകിടക്കുന്നത്. ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും എത്ര ആയത്തിൽ കൂടിയാണ് അവർ വിട്ടുകിടക്കുന്നത്, ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് വിട്ടുകിടക്കുന്നത്. യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. അവരതിനെ തൊട്ട് അശ്രദ്ധരാണ്. അപ്പോൾ ഈ അശ്രദ്ധ നമ്മളിൽ നിന്നുണ്ടാവുക എന്നത് ഈ ഹൃദയത്തിന് ബാധിക്കുന്നതായ മാരകമായ രോഗത്തിൽപ്പെട്ടതാണ്. ആ രോഗത്തെ കുറിച്ചാണ് ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്തത്. ആ രോഗത്തിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടിയുള്ളതായ മാർഗമാണ് നാം കണ്ട കൽപ്പന അനുസരിച്ച്
അനുസരിച്ചിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. സൂറത്ത് ആല ഇംറാനിന്റെ അവസാനത്തിലുള്ള 10 ആയത്തുകളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി ഉണർന്നു കഴിഞ്ഞാൽ അവര് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ ആയത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. ഇതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം എന്താണ് ആയത്ത് കുറിക്കുന്നത്? ഈ ആകാശത്തിലെ സൃഷ്ടിപ്പിലും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, അതുപോലെ തന്നെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിപ്പിലും ഈ ആകാശവും ഭൂമിയിലൂടെയും ഇവിടെ രാത്രിയും പകലുമായി കൊണ്ടേ ഇരിക്കുക എന്ന ആ ദൃഷ്ടാന്തത്തിലൂടെയുമെല്ലാം ബുദ്ധിജീവിക്ക് ചിന്തിക്കാൻ മാത്രം ഉണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതായ ഭാഗമാണ്. ആ ആയത്തുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഓതിയതിലൂടെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം, നാം ഇവിടെ നിന്ന് പഠിക്കേണ്ടതായ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം, അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി പഠിക്കണം എന്നല്ലാതെ വെറും റോക്കറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവിടെയുള്ളതായ ആധുനിക യന്ത്രങ്ങൾ സൃഷ്ടിച്ചു വിടുക, അതിനുവേണ്ടി ആഗോള ഖഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരെ പുകപ്പിച്ച് ചിന്തിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കുക സത്യവിശ്വാസി ചെയ്യേണ്ടത്. അതാണ് സത്യവിശ്വാസിയിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഗഫലത്ത് എന്ന രോഗം പിടിപെടാനുള്ളതായ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ കൗനിനെ കുറിച്ച്, അള്ളാഹു സൃഷ്ടിച്ച പ്രപഞ്ചത്തെ കുറിച്ച് സൃഷ്ടിക്കുന്നതിൽ അശ്രദ്ധ ഉണ്ടാവുക എന്നത്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് മാത്രം നാം ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്താൻ സാധിക്കും എന്നതോടൊപ്പം നമ്മളോട് അള്ളാഹു പറഞ്ഞത് ഞാൻ നേരത്തെ ഓതിയതായ ആയത്തിൽ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല? ഈ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് തന്നെ ഒരു പ്രപഞ്ചം പോലെയാണ്. കാരണം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾക്കൊള്ളിച്ചതായ അത്ഭുതങ്ങൾ അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. അതിലുള്ള അത്ഭുതങ്ങൾ നമുക്കറിയാവുന്നതുപോലെ നാം ഇവിടെ വന്നയിടം മുതൽ പോകുന്നത് വരെ ഒരു മനുഷ്യൻ 60 കൊല്ലം 70 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ആ ഹാർട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, സ്റ്റോപ്പാകുക തന്നെ ഇല്ല. അത് മാത്രം മതി അള്ളാഹുവിന്റെ കഴിവ് മനസ്സിലാക്കാൻ, അത് മാത്രം മതി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതായ ആ വിശാലമായ അനുഗ്രഹത്തിലേക്ക് നമുക്ക് എത്താൻ. അതുകൊണ്ട് തന്നെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, എന്തേ നിങ്ങൾക്ക് കാണുന്നില്ല ഈ ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ഈ വിശാലമായ അനുഗ്രഹത്തെ നാം എന്ത് വേണം? ആ അനുഗ്രഹത്തിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചിട്ട് അള്ളാഹുലേക്ക് അതിലൂടെ എത്താൻ വേണ്ടിയുള്ളതായ പരിശ്രമം നമ്മളിൽ നിന്നിട്ട് ഉടലെടുക്കണം എന്നതാണ് ഇന്ന് മക്ക ഇമാം ഉണർത്തിയത്. അങ്ങനെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അനുഭവിച്ചതായ ഈ പരീക്ഷണം അഥവാ ഈ വബാ, നമ്മുടെ മുമ്പിൽ വിട്ട് കടന്നുകൊണ്ടിരിക്കുന്നതായ ഈ വബാ, അതും ഒരു മഹാദൃഷ്ടാന്തമാണ്. അതിൽ ജനങ്ങൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അതിൽ ജനങ്ങളെന്നല്ല, രാഷ്ട്രങ്ങൾ നിശ്ചലമാവുകയും അതുപോലെ തന്നെ അവരുടെ പ്ലെയിനുകൾ നിശ്ചലമാവുകയും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സുകളും വ്യാപാരങ്ങളും നിശ്ചലമാവുകയും എല്ലാ നിലക്കും താറുമാറാവുകയും ചെയ്തതായ ഒരു മഹാസംഭവമാണല്ലോ. അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ വേണ്ടതുപോലെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ആ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുലേക്ക് എത്താൻ പാടുപെടുന്നതായ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നതായ ഈ വബായിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂന്നാമതായിട്ട് ഇന്ന് മക്ക ഇമാം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയതായ ഭാഗം അതെന്താണ്? നാം ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ കൗനിനെ കുറിച്ച് അഥവാ റബ്ബിന്റെ പ്രപഞ്ചത്തിനെ കുറിച്ച് അശ്രദ്ധരാവാൻ പാടില്ല. രണ്ടാമത് പരലോകത്തെ കുറിച്ച് അശ്രദ്ധരാവാൻ പാടില്ല. മൂന്നാമത് നമുക്ക് മുമ്പ് വിട്ട് കടന്നു പോയതായ ഉമ്മകളുടെ ഹിസ്റ്ററി, ആ സമൂഹങ്ങളുടെ ഹിസ്റ്ററി, ആ കാലഘട്ടത്തിൽ ജീവിച്ചതായ പല കാലഘട്ടത്തിൽ ജീവിച്ച ആദം മുതൽ ഇതുവരെ ജീവിച്ച വിഭാഗത്തിന്റെ ഹിസ്റ്ററി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു വിശുദ്ധ ഫുർഖാൻ അദീമിൽ നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്, വിശദീകരിച്ചു തരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറാ വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈ. ഈ അവരുടെ ഖസസിൽ, അവരുടെ ഹിസ്റ്ററിയിൽ ചിന്തിക്കുന്നവർക്ക്, ബുദ്ധി
ഉപയോഗിക്കുന്നവർക്ക് ധാരാളം ചിന്തിക്കാനുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുന്നു. അപ്പോൾ മുമ്പ് കഴിഞ്ഞു പോയതായ നമ്മുടെ നേതാക്കളുടെ, നമ്മുടെ ചേതാക്കളുടെ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയതായ ഉമ്മകളിൽ സംഭവിച്ചതായ അള്ളാഹുവിന്റെ അയ്യാമുകളെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. അവിടെ ഹലാക്കുണ്ടായിട്ടുണ്ട്, അവിടെ അപകടമുണ്ടായിട്ടുണ്ട്, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ അട്ടിമറിച്ചിട്ടുണ്ട്, അവിടെ തൂഫാൻ അയച്ചിട്ടുണ്ട്, അവിടെ കൊടുങ്കാറ്റ് അയച്ചിട്ടുണ്ട്, അവിടെ നൊടിയിട കൊണ്ട് ചുട്ടു ചാവലാക്കപ്പെട്ടിട്ടുണ്ട്. ആ സംഭവ വികാസങ്ങളിലേക്കൊക്കെ നാം ശ്രദ്ധ ചെലുത്തുകയും ഈ നമ്മുടെ അല്പജീവിതം, അല്പവർഷങ്ങളിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹു തന്നതായ വിശാലമായ അനുഗ്രഹമാകുന്ന ബുദ്ധിയെ ആ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഗഫലത്തി എന്ന അശ്രദ്ധ എന്ന രോഗത്തോട് വിടവാങ്ങി ആ രോഗത്തിനോട് വെടിഞ്ഞ് നാം ഈ ശ്രദ്ധിക്കേണ്ട ഭാഗമാകുന്ന ഹിസ്റ്ററിയിലേക്ക് നാം കണ്ണോടിക്കുക. അങ്ങനെ ഹിസ്റ്ററിയിലേക്ക് കണ്ണോടിക്കുമ്പോൾ ധാരാളം അപകടങ്ങളിൽ നിന്നിട്ട് മോചിക്കാൻ, ധാരാളം പ്രയാസത്തിൽ രക്ഷപ്പെടാൻ, അവരിൽ നിന്നിട്ട് നമ്മുടെ മുമ്പന്മാരായ മഹാത്മാക്കൾ എങ്ങനെയാണ് ചേതാക്കളായത്, എങ്ങനെയാണ് നേതാക്കളായത്, എങ്ങനെയാണ് റബ്ബുൽ ഇസ്സത്തിന്റെ നിഅമത്ത് ചൊരിയാൻ അർഹപ്പെട്ടവരായി മാറിയത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടുപോയത് എന്നതും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളുടെ ഹിസ്റ്ററിയിലേക്ക് അവർക്ക് നിങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുക്കുക, അവർ പഠിക്കട്ടെ, അവർ ചിന്തിക്കട്ടെ, അവർ ഗ്രഹിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയാൻ കാരണം ഇന്ന് ഏറ്റവും വലിയ ഗഫലത്ത്, നാലാമത്തെ ഗഫലത്ത്, നാലാമത്തെ അശ്രദ്ധ ഇന്ന് മക്ക ഇമാമ് ഡോക്ടർ ബലീല പറയുന്നു. അതെന്താണ്? അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ടുള്ള ഗഫലത്താണ്. അത് നമുക്ക് നാം നേരത്തെ കേട്ടതായ 3 ഗഫലത്തോടൊപ്പം 3 ഗഫലത്തിനുള്ള മേഖലയോടൊപ്പം ഇത് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുറിച്ചു കാണുന്നതായ ഒരു ഗഫലത്താണ്. ദിക്റുള്ളയിൽ നാം വളരെ പിന്നിലാണ്. ദിക്റുള്ളയുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്താണ്? വഖിമിസ്സലാത്ത ലിദിക്രി. ഏറ്റവും വലിയ ദിക്ർ എന്താണ്? അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമസ്കാരം നാം നിർവഹിക്കുക എന്നതാണല്ലോ. അതിൽ തന്നെ നമ്മിൽ നിന്നിട്ട് പലരും അശ്രദ്ധരാണ്. പിന്നല്ലേ ബാക്കി കാര്യം? നിസ്കാരം നിലനിർത്തുന്നവരിൽ നിന്നിട്ടല്ലേ അതിനുശേഷമുള്ള ദിക്റുകൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ. നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, രാവിലെ ചെല്ലേണ്ടതായ ദിക്റുകൾ, വൈകുന്നേരം ചെല്ലേണ്ടതായ ദിക്റുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ടതായ ദിക്റുകൾ, അപകടം വരുമ്പോൾ ഉള്ളതായ ദിക്റുകൾ, ഇതുപോലത്തതായ ഉബാഹകൾ വരുന്ന സന്ദർഭത്തിലുള്ളതായ ദിക്റുകൾ, അങ്ങനെ ധാരാളം അദ്കാറുകളുണ്ട്. എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശദീകരിച്ചതായ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നവർ എന്ന വിശേഷതയാണ്, ആ പ്രത്യേകതയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു എണ്ണിയത്. എന്നാൽ നാം ശ്രദ്ധിക്കുക, നാം അല്പമെങ്കിലും ചെല്ലാറുണ്ടോ? പിന്നെയല്ലേ കൂടുതൽ ചെല്ലുക, അങ്ങേയറ്റം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നവരായി മാറുക. ശ്രദ്ധിക്കണം, നമ്മുടെ അശ്രദ്ധ ദിക്റുള്ളയിൽ വളരെ കൂടുതലാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ ولا تكن من الغافلين واذكر ربك في نفسك تضرعا وخيفة. നീ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക. റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ വളരെ വിനയത്തോടു കൂടി, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ സ്മരിക്കുക. സാധാരണ സ്മരിക്കലല്ല. അതുപോലത്തെ ശബ്ദം പൊക്കാതെയും രാവിലെയും വൈകുന്നേരവും റബ്ബിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു ഉപയോഗിക്കുന്ന ശൈലി എന്താണ്? നീ അശ്രദ്ധനാവരുത്, നീ അശ്രദ്ധയിൽ പെട്ടുപോകരുത്. അപ്പോൾ നീ അശ്രദ്ധയിൽ പെട്ടുപോകുക എന്ന രോഗം പിടിപെടും എപ്പോൾ? അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുപോലെ സ്മരിക്കാതിരിക്കുന്നവർ, ദിക്ർ ചെല്ലേണ്ടതുപോലെ ദിക്ർ ചെല്ലാതിരിക്കുന്നവർ. അപ്പോൾ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നതിൽ പെട്ടതാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഖിമിസ്സലാത്ത ലിദിക്രി. നിങ്ങൾ 5 വഖ്ത് നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കുക, എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്നതിൽ പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടു 5 വഖ്ത് നമസ്കാരത്തിനെ കുറിച്ചുള്ളതായ ബോധം ഓരോ സമയത്തിൽ രാത്രിയോ പകലിലായിട്ട് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ വിട്ട് കടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ അർശിന്റെ തണലിടുന്ന വിഭാഗത്തിൽപ്പെട്ടതായി എണ്ണിയല്ലോ റസൂല്. അത് എന്ത് കാരണത്താലാണ്? ഈ ദിക്റുള്ളയിൽ അവൻ മുഴുകുന്നു എന്നത് കാരണത്താലാണ്. അഥവാ 5 വഖ്ത് നമസ്കാരത്തിന്റെ ഇടയിൽ
ഇടയിലും ഈ നമസ്കാരത്തെ വീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവൻ ആരായി മാറുന്നു? ദിക്റുള്ളയിൽ മുഴുകിയവനായി മാറുന്നു എന്നർത്ഥം. ഈ പ്രത്യേകത നമ്മളിൽ ഉണ്ടായിക്കൊണ്ട് ഇരിക്കാൻ വേണ്ടി നാം പടപെടേണ്ടതാണ്. ആരെങ്കിലും ഒരാൾ 10 ആയത്ത് ഓതിയിട്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ അവൻ നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗമാകുന്ന അശ്രദ്ധ എന്ന രോഗം പിടിപെട്ടവരിൽ പെടുന്നതല്ല. അതിൽ നിന്നിട്ട് മുക്തനാവാൻ സാധിക്കും. അതുപോലെ ഒരാള് 100 ആയത്ത് ഓതിയും കൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സുബ്ഹാനല്ലാഹ് രാത്രി ഹയാത്താക്കാൻ പാടുപെട്ടാൽ അവൻ അള്ളാഹുവിന്റെ ഖാനിതീങ്ങൾ എന്ന അള്ളാഹു വിശേഷിപ്പിച്ചതായ കൂടുതൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നതായ സത്യവിശ്വാസി, ആ സത്യവിശ്വാസിയുടെ ഇനത്തിൽ പെടുന്നതാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. അതാണ് നമ്മുടെ വിഷയം. നമ്മെ സ്മരിക്കുന്നതിന് തൊട്ട് അശ്രദ്ധരായ വിഭാഗത്തിന്റെ ബേക്കിൽ നിങ്ങൾ കൂടി പോകരുത്. നിങ്ങൾ അവർക്ക് വഴങ്ങരുത്, അവരെ സ്നേഹിക്കരുത്. അവരുടെ പിന്നിൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്ന സത്യവിശ്വാസികളെ ഒഴിവാക്കി അവരുടെ ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ നീങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സംസാരിച്ച ശൈലിയുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പല സത്യവിശ്വാസികളല്ലാത്ത വിഭാഗം വന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും സ്മരിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടേ അള്ളാഹുവിനോട് ഇരിക്കുന്നതായ ആ വിഭാഗം വരുന്ന സന്ദർഭത്തിൽ അവരുടെ ഭാഗത്ത് ശ്രദ്ധിക്കാതെ ആ സദസ്സിൽ വന്നെത്തിയതായ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കുന്ന അറക്കുന്ന, അള്ളാഹുവിനെ വിലവെക്കാതിരിക്കുന്ന ആ വിഭാഗത്തിന് പരിഗണന നൽകുന്ന കണ്ടപ്പോൾ അള്ളാഹു ആക്ഷേപ ശൈലിയിൽ സംസാരിച്ചതാണ്. നിങ്ങൾ അങ്ങനെ കാട്ടരുത് എന്ന്. ദേഹയിച്ചയുടെ പിന്നാലെ നടക്കുന്ന വിഭാഗത്തിനെ വഴിപ്പെടുകയും അവരുടെ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുകയും ഇവരെ അവഗണിക്കുകയും ചെയ്തത് ശരിയല്ല എന്ന് അള്ളാഹു ആക്ഷേപിച്ച ശൈലിയും ഇവിടെ സ്മരണീയമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ പറയുകയുണ്ടായി, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസി. നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ തഖ്ദീസുകൾ വർദ്ധിപ്പിക്കുക. നിങ്ങൾ ഈ തസ്ബീഹ് ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ നാം ചൊല്ലുന്ന സന്ദർഭത്തിൽ നാം എന്ത് വേണം? വഖുദ്ന ബിൽ അനാമിൽ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട്, സ്ത്രീകളോട് പറഞ്ഞ ശൈലിയാണ്. നിങ്ങൾ നിങ്ങളുടെ കൈവിരൽ കൊണ്ടെണ്ണുക, കൈവിരൽ കൊണ്ടെണ്ണുക. ഇങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെയാണ് എണ്ണേണ്ടത്. ഈ ഹദീസിൽ വന്ന ശൈലിയിൽ ആവേണമെങ്കിൽ മറ്റു ശൈലി തെറ്റി എന്നല്ല, മറ്റു ശൈലി ഹദീസിൽ വന്നതിൽ നിന്നിട്ട് വിപരീതമാണ്. മറ്റു ശൈലി എന്താണ്? നാം പലരും എണ്ണുന്ന കാണാം. ഈ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കൈയിന്റെ അകത്തുള്ളതായ വിരലിന്റെ അകത്തുള്ളതായ അടയാളങ്ങളെ 1 2 3 ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ എണ്ണുക. അതല്ല, വഖുദ്ന ബിൽ അനാമിൽ. നിങ്ങൾ കൈ വിരൽ കൊണ്ട് നിങ്ങൾ എണ്ണുക. അപ്പോൾ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെയാണ് എണ്ണേണ്ടത്. എന്തുകൊണ്ട്? ഈ കൈ വിരലുകൾ നിങ്ങൾക്ക് വേണ്ടി പരലോകത്തിൽ അള്ളാഹുവിനോട് സാക്ഷി നിൽക്കുന്നതും അള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുന്നതും. നിങ്ങൾ അശ്രദ്ധരാവരുത്. നിങ്ങൾ അശ്രദ്ധരായാൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ എന്തായി പോകും? മറന്നാളായി മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാര്യമാർ ഉൾക്കൊള്ളുന്ന സ്ത്രീകളോട് സംസാരിച്ച ശൈലിയിൽ നിന്നിട്ട് സഹിഹാണ്, തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിൽ നിന്നിട്ട് നമുക്ക് പാഠമുണ്ട്. ദിക്ർ ചൊല്ലുക എന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഈ വിശാലമായ അനുഗ്രഹം അത് നാം ഒഴിവാക്കാൻ പാടുള്ളതല്ല. ഇതിലൂടെ മഹാ അപകടത്തിൽ നാം പെടുന്നു. അള്ളാഹുവിനെ സ്മരിക്കുന്നത് പോലെ സ്മരിച്ചിട്ടില്ലെങ്കിൽ മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഇന്ന് സംസാരിച്ചതായ സബ്ജക്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ആ വിശാലമായ അനുഗ്രഹം
വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നതായ നിങ്ങളുടെ കൂടെയുള്ള സർവ്വ നിഅമത്തും അത് അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ പിന്നിൽ ആ പ്രവർത്തനം പ്രവർത്തിക്കാൻ, നിങ്ങൾ ബിസിനസ് നടത്താൻ, നിങ്ങൾ വ്യാപാരം നടത്താൻ, നിങ്ങൾ ആ നിഅമത്തിനെ ശേഖരിച്ചെടുക്കാൻ, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ, അതിന് ചിന്തിക്കാൻ, അതെല്ലാമുള്ള കഴിവ് തന്ന ആളാരാണ്? അത് അല്ലാഹുവാണ്. അപ്പോൾ ഏത് രൂപത്തിൽ നാം ചിന്തിച്ചാൽ നമ്മുടെ കൂടിയുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും അതിന്റെ ഉറവിടം അല്ലാഹുവാണ് എന്നതിലേക്ക് നമുക്ക് എത്താം. അങ്ങനെ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ശുക്ർ, നന്ദി ചെയ്തുകൊണ്ടേ ഇരിക്കണം, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചാൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ അഥവാ നന്ദി കേടാണ് കാട്ടുന്നതെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരൂല, കുറക്കും എന്നതാണോ പറഞ്ഞത്? എന്നാ തരക്കേടില്ല. അല്ല, എന്റെ ശിക്ഷ കഠോരമാണ്, ഭയാനകമാണ് എന്റെ ശിക്ഷ. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഭയാനകമായ ശിക്ഷയായിരിക്കും നന്ദി കേട് കാട്ടുകയാണെങ്കിൽ ഏൽക്കേണ്ടി വരിക. അപ്പോൾ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറണം എന്ന വിഷയമായിരുന്നു ഇന്ന് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി മദീനയിൽ വെച്ചിട്ട് സംസാരിച്ചത്. നമുക്ക് വരുന്നതായ എല്ലാ വിപത്തും അത് സത്യവിശ്വാസികളാണെങ്കിൽ ആ വിപത്തും നിഅമത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ആ വിപത്ത്, മുസീബത്ത് അത് നിഅമത്താണ്. എന്തുകൊണ്ട്? ഒരു മുസ്ലിമിനുള്ളതായ എല്ലാ പ്രയാസങ്ങളും, എല്ലാ കഷ്ടതകളും, എല്ലാ നിഅമത്തുകളും അത് മുഴുവനും എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു ചെയ്തു തരുന്നതായ വിശാലമായ അനുഗ്രഹമാണ്. ഒന്നിരിക്കലോ നിന്റെ അശ്രദ്ധ കാരണത്താൽ, ഞാൻ പറയാറുണ്ടല്ലോ, നിന്റെ അശ്രദ്ധ കാരണത്താൽ നിന്റെ കാലിന് മുള്ളു കയറിയാൽ, നിന്റെ കാലിന് കുപ്പി കഷ്ണം തട്ടിയാൽ അതിലൂടെ നീ വേദനിക്കുന്നു, അതിന് കൂലി അള്ളാഹു തരുന്നു. എന്തേ? നീ മുസ്ലിം ആയതുകൊണ്ട് തന്നെ, നീ മുഅ്മിനായതുകൊണ്ട് തന്നെ. അവിടെ സത്യവിശ്വാസി ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ ജീവിതം ആസകലം അവന് ഖൈറാണ് എന്നതാണ് സത്യവിശ്വാസി പഠിക്കുന്നത്. അതുകൊണ്ട് വിശാലമായ വിഷയമാണ് ഇന്ന് മദീന ഇമാം ചർച്ച ചെയ്തത്. നമ്മുടെ ടൈമിന്റെ പരിമിതി കാരണത്താൽ അത് മുഴുവൻ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്ക് പഠിപ്പിച്ച ശൈലിയാണ് എന്ത്? അള്ളാഹുവിന്റെ നന്ദി പ്രകടിപ്പിക്കുക എന്നത് നമ്മുടെ ജീവിത രീതിയായി മാറണം. ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത് നാം അള്ളാഹുവിന് ചെയ്യേണ്ടതായ ആ ഇബാദത്തുകൾ കൃത്യ സമയത്ത് നിർവഹിക്കുക എന്നതിലൂടെയാണ് പ്രകടമാവേണ്ടത്. എന്നാൽ അത് തൊള്ള കൊണ്ട് ശുക്രൻ റബ്ബേ എന്ന് പറയലല്ല, മറിച്ച് വഅമലൂ ആല ദാവൂദ ശുക്ര. എത്ര തവണ നാം കേട്ടതാണ് ഇവന്റെ നാവിലൂടെ തന്നെ. എന്റെ ക്ലാസ് കേൾക്കുന്നവർ കേട്ട് പരിചയമുള്ള വിഷയമാണ്. വഅമലൂ ആല ദാവൂദ ശുക്ര. നിങ്ങൾ ദാവൂദ് സമൂഹമേ, ലോകത്തിൽ ഏറ്റവും വലിയ ഭരണകൂടത്തിന്റെ ഉടമകൾ അവരാണ്, ഏറ്റവും വലിയ നിഅമത്തിന്റെ ഉടമകൾ അവരാണ്. അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യുക? നന്ദി പ്രകടിപ്പിക്കുക. എന്തിലൂടെ? അമലിലൂടെ പ്രകടിപ്പിക്കുക. അപ്പോൾ നാം അമൽ ചെയ്തുകൊണ്ട് അള്ളാഹു നന്ദി പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൻ യദ്ഖുലൽ ജന്നത അഹദുൻ, ആരും തന്നെ ബിഅമലി, ഒരു മനുഷ്യനും ഇവിടെ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ കടക്കുക എന്ന് സംഭവിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരും അവന്റെ അമല് കൊണ്ടല്ല സ്വർഗത്തിലേക്ക് ചെല്ലുക. പിന്നെയോ അമലനോട് കൂടി മറ്റൊരു കാര്യം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ചോദിക്കപ്പെട്ടു, ഹത്താ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെ തന്നെയാണോ റസൂലേ? റസൂല് പറഞ്ഞു, ഹത്താ അന ഇല്ലാ അൻ യതഗമ്മദനില്ലാഹു ബിറഹ്മതി, ഞാനും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മത്തിനെ എന്നിൽ പൊതിഞ്ഞാലല്ലാതെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗ്രഹിച്ചിട്ട് വേണം എന്നതാണ്. ആ അനുഗ്രഹിക്കാത്ത കാലത്തോളം സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല റസൂലിന് എന്ന് വെക്കുമ്പോൾ നമ്മെ കൊണ്ടും അങ്ങനെ തന്നെ. അപ്പോൾ ഇന്ന റഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ. ആരാണ്? ഇന്ന റഹ്മതി വസിഅത് കുല്ല ഷൈ, എന്റെ റഹ്മതി എല്ലാറ്റിലും എല്ലാരിലും വ്യാപകമാണ്, വിശാലമാണ്. ഞാൻ ആ റഹ്മത്തിനെ എഴുതുക. ആർക്കാണ്? ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേരിൽപ്പെട്ടതാണ് എന്ത്? റഹീം.
റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർക്കും ജീവിക്കാത്തവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും. ഇവിടെ അള്ളാഹുവേ എനിക്ക് കുട്ടികളെ തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷയത്തെ എനിക്ക് കുട്ടിയെ തരണം എന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ബിംബങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലയോ യേശു, അല്ലയോ കൃഷ്ണ, അല്ലെങ്കിൽ അല്ലയോ രാമോ, അല്ലെങ്കിൽ യേശു ക്രിസ്തു, അല്ലെങ്കിൽ അല്ലയോ മൂസ, അല്ലയോ ഈസ, അങ്ങനെ ഓരോ വിഭാഗത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കുട്ടിയെ കൊടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ഇവർക്കൊക്കെ കൊടുക്കൂലേ? ഇവർക്കൊക്കെ കൊടുക്കും. എന്താ അവർ വിളിച്ച് പ്രാർത്ഥിച്ച് ശരിയായത് കൊണ്ടാണോ അവർക്കൊക്കെ കൊടുത്തത്? അല്ല, അള്ളാഹ് അല്ലാതെ ഇവിടെ കൊടുക്കാൻ ആരുമില്ലല്ലോ. ഇവിടെയുള്ളവർക്ക് എല്ലാം കൊടുക്കുന്നവർ അള്ളാഹുവാണ്. ഇവിടെ ജീവിക്കുന്നവരായ എല്ലാവർക്കും അള്ളാഹ് തന്നെ കൊടുക്കും. ഇവിടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ക്രിസ്ത്യാനികൾക്കും അള്ളയാണ് കൊടുക്കുക. ഇവിടെ മൂസയെ വിളിച്ച് പ്രാർത്ഥിച്ച ജൂതന്മാർക്കും അള്ളയാണ് കൊടുക്കുക. ഇവിടെ ഉസൈറിനെ വിളിച്ച് പ്രാർത്ഥിച്ച യഹൂദികൾക്കും അള്ളയാണ് കൊടുക്കുക. ഇവിടെ ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിച്ച അള്ളാഹുവിനെ വില വെക്കാത്തതായ അള്ളാഹുവിനെ തരം താഴ്ത്തുന്നതായ ഷിയാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. എന്തേ? അവർ ചെയ്യുന്നതായ ക്രൂരകൃത്യം അവർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ? അല്ല, മറിച്ച് അള്ളാഹു അല്ലാതെ ഇവിടെ സൃഷ്ടിക്കുന്ന ആളില്ല, രക്ഷിക്കാന്നില്ല ആളില്ല, കൊടുക്കുന്ന ആളില്ല. ഇവിടെ ആദർശം നോക്കിയിട്ടല്ല കൊടുക്കുക. ഇവിടെ ആദർശം നോക്കിയിട്ടല്ല കൊടുക്കുക. ആദർശം നോക്കി കൊടുക്കുക റഹീം, അത് പരലോകം. അള്ളാഹു റഹീമാണ്. അഥവാ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് പരലോകത്തിൽ രക്ഷയുണ്ട്. അവിടെ എന്തില്ല? ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ ശിർക്ക് ചെയ്താൽ നിന്റെ സർവ്വ അമലുകളും താറുമാറായി, നഷ്ടപ്പെട്ടു, അത് നാമാവശേഷപ്പെട്ടു, അതിനൊരു പ്രതിഫലവുമില്ല. പക്ഷേ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രക്ഷ ആർക്കാണ്? അവിടെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന വിഭാഗം എന്തെല്ലാം തെറ്റും തോന്നിവാസവും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരി തെറ്റ് എന്നത് തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്തല്ല? അവരുടെ ആവശ്യങ്ങൾ നിറവേറി എന്നതല്ല, മറിച്ച് സത്യം ഏത് അസത്യം ഏത് എന്ന് മനസ്സിലാക്കി സത്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവർ അവരാണ് നല്ല വഴി കൈക്കൊണ്ടവർ. അവരാണ് പരലോകത്തിൽ പരലോകമോക്ഷം നേടുന്നവര്. ഇവിടെയോ ഇവിടെ അള്ളാഹ് റഹ്മാനായതുകൊണ്ട് ഇവിടെ എല്ലാവരുടെ ആവശ്യങ്ങളും നിറവേറ്റും, എല്ലാവരുടെ രോഗങ്ങളും മാറ്റും, എല്ലാവർക്കും മക്കളെ കൊടുക്കും. ആരെ വിളിച്ചാലും ശരി. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയ്യപ്പന്റെ കുന്നിന്റെ മീതെ കയറി അങ്ങനെ എന്റെ പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ അവരുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷെ പ്രശ്നം പരിഹരിച്ചത് കൊണ്ട് കുന്നിന്റെ മീതെ കയറിയത് കൊണ്ടാണോ? അല്ല, മറിച്ച് ഇവിടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഏറ്റെടുത്തതാണ്. അവൻ റഹ്മാനാണ് എന്നതുകൊണ്ട്. പക്ഷേ ആദർശം നോക്കിയിട്ട് അള്ളാഹു കൈയാളുക അത് ആരെയാണ്? പരലോകത്തിലേക്ക് വേണ്ടി ജീവിക്കുന്നവര്. അതാണ് ഗഫലത്തില്ലാതെ അശ്രദ്ധയില്ലാതെ ശ്രദ്ധയോടുകൂടി ജീവിച്ച വിഭാഗം എന്ന് മക്ക ഇമാം ചർച്ച ചെയ്തതായ ആ വിഭാഗം പരലോകമോക്ഷം നേടണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചത് കാരണത്താൽ അവർക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്താനുള്ള ചാൻസ് നൽകുന്നു. അവർക്ക് ഭൂമിയിലുള്ളതായ ആ പ്രയാസത്തിനും പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാര മാർഗമായിട്ട് അവർക്ക് ആ രമ്യഹർമ്മ്യങ്ങളിൽ, ആ പൂന്തോപ്പുകളിൽ, ആ കൊട്ടാരങ്ങളിൽ അവിടെ ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ജീവിച്ചവർക്ക് അവിടെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ജീവിക്കാനുള്ളതായ ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, ഇവിടെ എല്ലാറ്റിനെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെ മുത്തഖീങ്ങൾക്ക് ഞാൻ അവിടെ കുറിക്കും, അവിടെ റിക്കാർഡാക്കപ്പെടും, അവിടെ എഴുതപ്പെടും. അപ്പോൾ അവിടെ മാത്രം രക്ഷപ്പെടുന്നവരാണ് ആര്? മുത്തഖീങ്ങൾ. അവിടെ മാത്രം രക്ഷപ്പെടുന്നവരാണ് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച മുഅ്മിനീങ്ങൾ. അവിടെ മാത്രം രക്ഷപ്പെടുന്നവരാണ് ഇവിടെ സക്കാത്ത് കൃത്യമായി കൊടുത്തവർ. വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തത്തിൽ വിശ്വസിച്ചവരും ആ ഇനത്തിൽ പെടാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വളരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിലും നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് മദീന ഇമാം ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ചർച്ച ചെയ്തതായ മിക്ക കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതായ ചില ഭാഗങ്ങളാണ് എന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ടൈം അവസാനിച്ചതുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഇതുവരെ പറഞ്ഞതിന് സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നടി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവന് മാത്രം നേർച്ചയാക്കി അവന് മാത്രം അറുത്ത് അവന് മാത്രം ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അള്ളാഹിനെ ഭയപ്പെട്ട ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുലേക്ക് എല്ലാ പ്രശ്നങ്ങളും ബരമേൽപ്പിച്ച് തവക്കുലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാൻ നമുക്ക് ഇവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ രോഗങ്ങൾ അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അവരുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. അവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെ, മല പോലെ വരുന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെയായി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മാറ്റട്ടെ മാറ്റട്ടെ മാറ്റട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ. റബ്ബേ, ഞങ്ങളിൽ ഇറങ്ങിയതായ ഈ വബാഇനെ, ഈ ബലാഇനെ, ഈ പ്രയാസത്തെ, ഈ കൊറോണ യുഗത്തോട് ഞങ്ങൾക്ക് പെട്ടെന്ന് വിടവാങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ, നൽകണേ നാഥ, നൽകണേ നാഥ. മുസ്ലിങ്ങൾ എന്നിട്ട് ആരെല്ലാം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ട്, ആരെല്ലാം ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ട്, ആർക്കെല്ലാം പല പല ഇബാദത്തുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ട്. പല പല കാര്യങ്ങൾ ദുനിയവിയായതും പരലോകത്തിലേക്ക് വേണ്ടിയുമുള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അതെല്ലാം തടയപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. ഈ മഹാ അന്തരീക്ഷത്തിൽ നിന്നിട്ട്, ഈ പ്രയാസത്തിൽ നിന്നിട്ട് മുസ്ലിം ലോകത്തെ മനുഷ്യരാശിയെ നീ രക്ഷപ്പെടുത്തണേ രക്ഷിതാവേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة وحكام بلاد الحرمين سوءا اللهم فأشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم دمرهم يا قهار. اللهم أهلكهم يا جبار. اللهم انصر من نصر الدين. اللهم اخذل من خذل الدين. نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم، ونستعيذك من كل ما استعاذك من عبدك ونبيك محمد صلى الله عليه وسلم، ونسألك الجنة وما قرب إليها من قول أو عمل، ونعوذ بك من النار وما قرب إليها من قول أو عمل. وآخر دعوانا الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة